നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം ഫോർ 515th day. ടുഡേ പ്രഥമസ്കന്ധ ഫസ്റ്റ് ചാപ്റ്റർ 9th ശ്ലോകം. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 515-ാം ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ ഭൃതാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം 1-ാമത്തെ സ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ ശ്ലോകം. തത്ര തത്രാഞ്ജസായുഷ്മൻ ഭവദായി ദ്വിനിശ്ചിതം പുംസാമേകാന്തതശ്രേയൻ സ്തന്നഃ സംസ്ഥിതുഹം അർഹസി. തത്ര തത്രാഞ്ജസായുഷ്മൻ ഭവദായി ദ്വിനിശ്ചിതം പുംസാമേകാന്തതശ്രേയ തന്നഃ സംശിതുമർഹസി. ഓം തത്സത്. ശൗനകാദികൾ സൂതനോട് വീണ്ടും പറയുകയാണ്, ആയുഷ്മാനായിട്ടുള്ള അല്ലയോ സൂത ഭഗവാനെ, അതായത് ദീർഘായുസ്സുള്ള സൂത, ആയുഷ്മാൻ നല്ല കാര്യങ്ങൾ പറയുവാൻ വേണ്ടി അദ്ദേഹത്തിന് ദീർഘായുസ് നൽകിയിരിക്കുന്നു എന്ന് അർത്ഥം. അതാതിൽ പുമാന്മാർക്ക്, അതായത് കേൾക്കാൻ ശ്രേയസ് ആഗ്രഹിക്കുന്നവർക്ക് ഏതാണോ ശ്രേയസ്സിന് സാധനം അത് ഭവാൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. അഞ്ജസ എന്നാൽ പരമാർത്ഥമായിട്ടുള്ളത്, ഏതാണോ പറയാനായിട്ട് അർഹിക്കുന്നത്, ശ്രേയസ്സിനായിക്കൊണ്ട് പറയുവാനായിട്ട് അർഹിക്കുന്നത്, അങ്ങനെയുള്ള ആ കാര്യം ഞങ്ങൾക്ക് സംസിതും എന്ന് പറഞ്ഞാൽ പറഞ്ഞു തന്നാലും എന്ന് പറയുകയാണ്. അർഹസി എന്ന് പറഞ്ഞാൽ അർഹിക്കുന്നത്, പറയുവാനായിട്ട് അർഹിക്കുന്ന വിഷയങ്ങൾ ഏതേതാണോ ഉള്ളത്, നാശരഹിതമായ ശ്രേയസ് നൽകുന്നത്. ഏകാന്തത എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് പുംസാം ഏകാന്തത, ശ്രേയസ് നൽകുന്ന നാശമില്ലാത്തതായിട്ടുള്ളത് എന്നാണ് ഇവിടെ. ശ്രേയസ്സും നാശമില്ലാത്തതുമായിട്ടുള്ള ഏതൊരു കാര്യമാണോ പറയാനായിക്കൊണ്ട് ഉള്ളത് അത് ഞങ്ങൾക്ക് അവിടുന്ന് പറഞ്ഞു തന്നാലും, ദീർഘായുസ്സായിട്ടുള്ള ആയുഷ്മാനായിട്ടുള്ള അവിടുന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും എന്ന് പറയുകയാണ്. അത് ആർജവത്തോടു കൂടി പറയണം എന്നും കൂടി പറയുകയാണ്. എല്ലാവർക്കും എല്ലാം പറഞ്ഞു കൊടുക്കുവാൻ പാടില്ല. ഓരോരുത്തർക്കും അവർ അർഹിക്കുന്നത് മാത്രമേ പറഞ്ഞു കൊടുക്കുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പറവാനായിക്കൊണ്ട് അർഹിക്കുന്നത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. ചില രഹസ്യങ്ങളൊന്നും എല്ലാവരോടും പറയാൻ പാടില്ല, ചില കാര്യങ്ങൾ ചിലരോട് പറയാൻ പാടില്ല. അതുമാതിരി അത്യന്തം രഹസ്യമായിട്ടുള്ള മഹത്തായിട്ടുള്ള ഈ മഹാഭാഗവതത്തിൽ ഏതാണോ ഞങ്ങൾക്ക് അർഹിക്കുന്നത്, ഞങ്ങൾ ഏതാണോ കേൾക്കാൻ അർഹിക്കുന്നത് അത് ശ്രേയസ്സായിട്ടുള്ള ആ നാശരഹിതമായിട്ടുള്ള ആ കാര്യങ്ങൾ ഞങ്ങൾക്ക് ആയുഷ്മാനായിട്ടുള്ള ഭവാൻ പറഞ്ഞു തന്നാലും എന്ന് ഈ മഹർഷിമാർ, ശൗനകാദികളായിട്ടുള്ള ഒരുപാട് മഹർഷിമാരുണ്ട്. അവർ അത്രയും വിനീതത്തോടു കൂടിയാണ് തങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യം ഈ സൂത പൗരാണികനിൽ നിന്നും ചോദിച്ച് അറിയുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം അറിയണമെങ്കിൽ നമ്മൾ എത്രത്തോളം വിനയത്തോടുകൂടി അവരെ സമീപിക്കണം, എങ്ങനെ അവരോട് സംസാരിക്കണം എന്നെല്ലാം നമുക്ക് ശ്രീമദ് മഹാഭാഗവതം പറഞ്ഞു തരുന്നുണ്ട്. ഓരോ വാക്കിലും ഓരോ ശ്ലോകത്തിലും അത്യധികം അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ബാഹ്യാർത്ഥം മാത്രമാണ് പറയുന്നത്. ഇവിടെ സൂതനോട് ശൗനകാദികൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് 1-ാമത്തെ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. തങ്ങൾക്ക് അറിയേണ്ടതായ ഓരോ കാര്യവും
ചോദിക്കുകയാണ് സൂതനോട് ശൗനകാദികൾ. ഈ ശ്ലോകം ഒരിക്കൽ കൂടി. തത്ര തന്ത്രാഞ്ജസായുഷ്മൻ ഭവതാ യദ്വിനിശ്ചിതം പുംസാമേകാന്തതശ്രേയ തന്ന സംസ്ഥിതുമർഹസി. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.